അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഈ ആയത്ത് പറഞ്ഞ ചില സന്ദർഭങ്ങളിൽ മഹാന്മാര് പറയാണ്, ഒരു ദിവസം ഈ ആയത്ത് 7 തവണയെങ്കിലും പറയണം എന്നാണ്. ഈ ആയത്തിന് വല്ലാത്ത മഹത്വമുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ അല്ലാഹു കൊടുത്ത റിസ്കിനെ കുറിച്ച് ചിന്തിക്കണം. അതൊരു നന്ദിയുള്ള അടിമയുടെ ലക്ഷണമൊത്ത സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് കുറഞ്ഞതൊരു ദിവസം 7 തവണയെങ്കിലും ഒന്ന് പറയണം, അല്ലെങ്കിൽ ചിന്തിക്കണം. അല്ലാഹു അവന്റെ അടിമകൾക്ക്, അവന്റെ ദാസന്മാർക്ക് അല്ലാഹു റിസ്ക് കൊടുക്കുന്നവനാണ്. എന്താണ് റിസ്ക്? റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല. എനിക്കുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം മാത്രമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് സന്തോഷത്തിന് ഭാഗമാകുന്ന എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, ആ ആവശ്യങ്ങൾ അല്ലാഹു ഒരു ദാസന് സമ്മാനിക്കുന്ന വിഭവങ്ങളെല്ലാം റിസ്ക്കാണ്. രോഗിയായ മനുഷ്യന് കൊടുക്കുന്ന റിസ്ക് അവന്റെ സന്തോഷത്തിന് ഭാഗമായത് എന്താണോ, ആരോഗ്യമാണെങ്കിൽ അത് റിസ്ക്കാണ്. ദരിദ്രനായ മനുഷ്യന് അല്ലാഹു അവന്റെ സന്തോഷത്തിന് ഭാഗമാകുന്നത് എന്താണോ, അത് സമ്പത്താണെങ്കിൽ അത് റിസ്ക്. സമ്പന്നനായ മനുഷ്യന് സമാധാനമാണ് ആവശ്യമെങ്കിൽ അവന്റെ സന്തോഷത്തിനും അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനും അല്ലാഹു കൊടുക്കുന്നത് സമാധാനമാണെങ്കിൽ അത് റിസ്ക്. അതായത് ഒരു മനുഷ്യന് അവന്റെ ആഗ്രഹ സബലീകരണം, അവന്റെ സന്തോഷത്തിന്റെ പൂർത്തീകരണം, അവന്റെ നന്മയുടെ നിലനിൽപ്പിന് ആവശ്യമായത് എന്തൊക്കെയാണോ സൃഷ്ടാവായ അല്ലാഹു കൊടുക്കുന്നത്, അതിനാണ് റിസ്ക് എന്ന് പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചു നോക്ക്. അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഉന്നതനായ റബ്ബ്, അജയ്യനായ തമ്പുരാൻ, സമുന്നതനായ അല്ലാഹ് നമുക്ക് റിസ്ക് തന്നിരിക്കുന്നു. അല്ലാഹു തീരുമാനിച്ചവർക്ക്, പടച്ചവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു റിസ്ക് നൽകുന്നതാ. എത്ര മഹത്വമായ റിസ്കിന്റെ മുകളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു ദിവസം 7 അല്ല 7000 തവണ ചിന്തിച്ചാൽ മതിയാകുമോ? സുബ്ഹാനല്ലാഹ്. ഈ റിസ്ക് ഒരാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ, അവന്റെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും അസ്തമിച്ചു പോകുമ്പോ, അവനിലുള്ള റിസ്കിന് കുറവ് വന്നു പോയാൽ പിന്നെ അവൻ ഫഖറിലേക്കാണ് താഴ്ന്നു പോകുന്നത്. അടുത്ത സ്റ്റെപ്പ് അവൻ താഴോട്ടിറങ്ങും. അതായത് ചില വിഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവർ, റിസ്കുകൾ കുറഞ്ഞു പോകുന്നവർ. അല്ലാഹു നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫഖർ എന്ന് പറഞ്ഞാൽ ചില റിസ്കുകൾ തടയപ്പെട്ടവരാണ്. പൂർണ്ണമായും തടയപ്പെട്ടവരുണ്ട്, ഭാഗികമായി തടയപ്പെട്ടവരുണ്ട്. കണ്ടില്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അത് അല്ലാഹുവിന്റെ വിധിയാണ്. പടച്ചവനാണ് അത് തീരുമാനിക്കുന്നതും നിർണയിക്കുന്നതും. അല്ലാഹുവിന്റെ മുകളിൽ അത് തീരുമാനമെടുക്കാൻ മറ്റൊരാൾക്ക് സാധ്യമല്ല. എപ്പോഴും മുത്തുനബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, എപ്പോഴും ദുആ ചെയ്യും.
ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി. ഇത് മുത്തുനബിയുടെ ദുആയാണ്. മുഅ്മിനീങ്ങളെ നല്ലവണ്ണം ശ്രദ്ധിക്കുക. അല്ലാഹ്, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, കുഫ്ർ എനിക്ക് വരല്ല റബ്ബേ. പടച്ചവനെ, എന്നെ ഒരു കുഫ്റിലാക്കി കളയല്ലേ അല്ലാഹ്. പടച്ചവനെ, നിന്നെ മറക്കുന്നവൻ, നിന്നെ തള്ളിക്കളയുന്നവൻ, പടച്ചവനെ സമയം നോക്കി, കാലം നോക്കി, സന്ദർഭം നോക്കിയിട്ട് അല്ലാഹുവിനെ തള്ളിപ്പറയുന്ന കുഫറിന്റെ സ്വഭാവം അല്ലാഹ് ഒരിക്കലും വരരുതേ അല്ലാഹ്. പടച്ചവനെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് കാവൽ തരണേ എന്ന് ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ അടുത്ത് പറയുന്ന വാക്ക് വൽ ഫഖറ, റിസ്ഖില്ലാതെ വലഞ്ഞു പോകുന്ന, വിഷമിച്ചു പോകുന്ന, ദാരിദ്ര്യത്തിന്റെ കയ്പ് നീരനുഭവിക്കുന്ന, ഇല്ലായ്മയുടെ ചൂടനുഭവിക്കുന്ന ഗതികേടിലേക്കല്ല എന്നെ മാറ്റരുതേ എന്ന്. അല്ലാഹുവിനോടല്ലാതെ ആരോട് പറയണം? അല്ലാഹുവിനോടല്ലേ അത് പറയുന്നത്. ആരാണ് അല്ലാഹ്? റിസ്ഖിന്റെ കവാടം, അതിന്റെ ഗോഡൗൺ സംരക്ഷിക്കുന്ന റബ്ബ്. യർസുഖു മൻ യശാ, അല്ലാഹു തീരുമാനിക്കുന്നവർക്ക് അവൻ വാരിക്കോരി കൊടുക്കും. ചോദിക്കുന്നത് പടച്ചവൻ കൊടുക്കും. ചിന്തിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റിസ്ഖ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ നിഅമത്താണ്. പടച്ചവൻ നൽകുന്ന വലിയ ആനുകൂല്യമാണ് റിസ്ഖ്. ഇൽമ് വലിയ റിസ്ഖാണ്. സമ്പത്ത്, ആരോഗ്യം, സമാധാനം, നല്ല കുടുംബം, നല്ല മക്കൾ, നല്ല ജീവിതം. അല്ലാഹുവേ, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും ആരോഗ്യങ്ങൾ എല്ലാം അല്ലാഹുവിന്റെ റിസ്ഖാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ലതീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഈ റിസ്ഖ് അല്ലാഹു തീരുമാനിച്ചവർക്ക് കൊടുത്തതാണ്. ആ റിസ്ഖ് തന്ന പടച്ച റബ്ബിനെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. മറ്റൊരാളുടെ റിസ്ഖിനെ നമ്മൾ തടയാൻ കാരണക്കാരാവരുത്. റിസ്ഖ്, മറ്റൊരാൾക്ക് റിസ്ഖ് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ അത് തടയരുത്. അല്ലാഹു റിസ്ഖ് തന്നവരോട് റിസ്ഖ് ലഭിക്കാത്തവർക്ക് വീതം ചെയ്യണം എന്ന് പറയുമ്പോ ഞാനത് കൊടുക്കൂല, അതെന്റെ ജോലിയല്ല, ഇതെല്ലാം എനിക്കുള്ളതാണെന്ന് ചിന്തിക്കുമ്പോഴാ നീ ജീവിക്കുന്ന നിന്റെ ചുറ്റുപാടുകളിൽ അവർക്ക് കൂടി അവകാശപ്പെട്ട സക്കാത്തിന്റെ മുതൽ പിടിച്ചു വെച്ചിട്ട് കുടുംബത്തോടെ ആഡംബരത്തോടെ അഹങ്കാരത്തോടെ തിന്നു കൊഴുത്തു ജീവിക്കുന്നവനെ, മറ്റൊരാളുടെ റിസ്ഖിനെ നീ തടയരുത്, തടഞ്ഞു വെക്കരുത്. നിന്റെ റിസ്ഖ് തന്ന റബ്ബാ പറയുന്നത് അവന് കൂടിയുള്ള റിസ്ഖ് നീ കൊടുക്കണേ. ചില ആളുകളുണ്ട് സമൂഹത്തിൽ, ജീവിതത്തിൽ അവർ ജീവിതത്തോട് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളോട് അവർ പോരാടി പൊരുതി, പക്ഷേ പരാജയപ്പെട്ടുപോയി. സ്വയം തോറ്റുപോയവർ എന്ന് നാം ഗദ്ഗതത്തോടെ പറയാറുണ്ട്. അവർ മക്കളുടെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ പലപ്പോഴും തോറ്റുപോയി, സാധിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അവരുടേതായ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും നടക്കുന്നില്ല. ഭാര്യയുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ എന്തിന്? അവരുടെ മാന്യമായ ജീവിതത്തോട് പോലും നീതി പുലർത്താൻ കഴിയാത്ത പാവങ്ങൾ, സാധുക്കൾ പെട്ടുപോയി, അകപ്പെട്ടുപോയി, പരാജയപ്പെട്ടുപോയി. അല്ലാ
പക്ഷേ താൻ തണലൊരുക്കേണ്ട കുടുംബത്തിന്റെ അവസ്ഥകളും പരിതാപകരമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും ഇന്ന് വരെ അവരാരോടും പറഞ്ഞിട്ടില്ല. ചിന്തിക്കും മുസ്ലിമേ, യാചകന്മാർ യാചിക്കാറുണ്ട്. യാചകന്മാർ മുമ്പിൽ വരുമ്പോ, കൈകൾ നീട്ടുമ്പോ, അവര് ചോദിക്കുമ്പോ അവരെ നമ്മൾ സഹായിക്കാറുണ്ട്, അവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാ വേദനകളും തിന്ന് ജീവിക്കുന്ന, എല്ലാ വിഷമങ്ങളും മനസ്സിലൊതുക്കി ജീവിക്കുന്ന ചില പാവങ്ങളുണ്ട് നിന്റെ പരിസരത്ത്. നിന്റെ അയൽവാസികളായിട്ട്, നിന്റെ കുടുംബക്കാരായിട്ട്, നിന്റെ സുഹൃത്തുക്കളായിട്ട്. പടച്ചവനെ, അവരെ ഇന്ന് വരെ നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാഉ മിനത് തഅഫുഫി, അവരുടെ മാന്യത കൊണ്ടോ, ലാ യസലൂന അന്നാസ ഇൽഹാഫാ, അവരുടെ മാന്യത കൊണ്ട്, അവരുടെ മനസ്സിന്റെ ലജ്ജ കൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ എങ്ങനെ കൈനീട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് പടച്ചവനെ പലപ്പോഴും ആരോടും ഒന്നും പറയാതെ ജീവിക്കുന്നവര് നിന്റെ പരിസരത്തുണ്ട്. അല്ലാഹ് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ചില പാപങ്ങളെ കുറിച്ച് പടച്ചവൻ പറയുന്നുണ്ട്. നിന്റെ മുന്നിൽ യാചിക്കുന്നവർ മാത്രമല്ലടോ പാവങ്ങളെന്ന് പറയുന്നത്. നിന്റെ മുന്നിൽ യാചിച്ച് വരുന്ന, കൈനീട്ടി വരുന്നവർ മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാത്തവരെ കുറിച്ചും നീ അറിയണേ. അവരുടെ ജീവിതങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കണേ. അല്ലാഹ്, എന്റെ അടുത്ത് നിൽക്കുന്നവൻ, എന്റെ കുടുംബത്തിന്റെ ഉള്ളിലുള്ളവൻ, എന്റെ സുഹൃത്ത് വലയത്തിലുള്ളവൻ, എന്റെ നാട്ടുകാരൻ, എന്റെ ജമാഅത്തിലുള്ളവർ, അല്ലാഹുവേ, ഏതെല്ലാം രോഗികൾക്കാണ് നീ വാരി കോരി കൊടുത്തിട്ടുള്ളത്, ഏതെല്ലാം പാവങ്ങൾക്ക് വേണ്ടിയാണ് നീ ഓടി നടന്നിട്ടുള്ളത്. പക്ഷേ സ്വയം മാന്യത കൊണ്ട് അഭിമാനം തകർന്നു പോകാതിരിക്കാൻ, അഭിമാനത്തിന് വില കൊടുത്തുകൊണ്ട് പടച്ചവനെ ഇല്ലായ്മയുടെ കയ്പ് നീരനുഭവിച്ച് ജീവിക്കുന്ന പാപത്തിനെ കാണാൻ നിനക്ക് കഴിയാതെ പോകരുത്. അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് വലിയ നന്മയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ ആ ആയത്ത് അവസാനിപ്പിച്ചത്. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ. മാന്യത ഒരു ഭയങ്കരമാണ്. ഒരു മനുഷ്യന്റെ മാന്യത എന്ന് പറയുന്നത് ഭയങ്കര വിലയാണ്. അല്ലാഹുമ്മ അഇസ്സനാ, എപ്പോഴും ദുആനക്കൂലേ, അല്ലാഹ് എനിക്ക് നീ ഇസ്സത്ത് തരണേ. അഭിമാനം അതെപ്പോഴും പടച്ചവനോട് ചോദിച്ചു മേടിക്കണം. അഭിമാനം തകർന്നു പോകരുത്. ഒരു മനുഷ്യന്റെയും അഭിമാനത്തിന് ക്ഷതം വരുത്തരുത്. ചില മനുഷ്യരൊക്കെ എന്താണ് ചിന്തിക്കുന്നത്? സംശയമുള്ളതും ഉറപ്പായിട്ടങ്ങ് പറയാം. സൂചന, എനിക്ക് ഇങ്ങനെ ചില സൂചനകൾ ലഭിച്ചു, എനിക്ക് ഇങ്ങനെയൊക്കെ അറിവ് ലഭിച്ചു, എനിക്കൊരു സംശയമുണ്ട്. എന്തൊക്കെയാണ് മനുഷ്യ നീ പറഞ്ഞുണ്ടാക്കുന്നത്? അത് അഭിമാനത്തിന് ക്ഷതം വരികയാണ്. അവൻ പോലും അറിയാതെ അവൻ അല്ലാഹു കൊടുത്ത അഭിമാനത്തിന് നിന്റെ നാവ് കൊണ്ട് നീ ക്ഷതം വരുത്താണ്. അതേ അഭിമാനം നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ ലജ്ജിച്ച് തല താഴ്ത്തിയിട്ടല്ലാതെ നിന്റെ മയ്യത്ത് പള്ളിയിൽ വരൂല്ല എന്ന് പഠിപ്പിച്ചില്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു വാക്കുകൊണ്ടോ, ഒരു നോട്ടം കൊണ്ടോ, ആംഗ്യം കൊണ്ടോ പടച്ചവനെ നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ സഹോദരൻ, മറ്റൊരു മനുഷ്യന്റെ അഭിമാനത്തിന് നീ ക്ഷതം വരുത്തിയാൽ അതേ പ്രശ്നം നിന്റെ ജീവിതത്തിൽ വരും. അല്ലേ? എത്ര അനുഭവങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാട്. ചിന്തിച്ചു, ഒരാളെ കുറിച്ച് ഇല്ലാത്ത പെണ്ണ് വർത്തമാനങ്ങൾ പറയാ, ന്യൂനതകൾ പറയാ, അവന്റെ ഭാര്യയും അവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിലിട്ട് വലിച്ചടക്കുക, സോഷ്യൽ മീഡിയകളിലൂടെ വിളിച്ചു പറയാ. എന്തൊക്കെയാണ് മുഅ്മിനെ? എന്നിട്ടോ
മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തി കോട്ടം വരുത്തിയിട്ട് അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ ചിന്തിച്ച് പ്രവർത്തിച്ച് നടന്നിട്ട് നീയോ നമസ്കാരം കഴിഞ്ഞിട്ട് കൈ ഉയർത്തിയിട്ട് പടച്ചവനോട് പറയാ, പടച്ചവനെ എനിക്കും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടും വരുത്തരുത് എന്ന്. ആലോചിച്ച് നോക്കിയേ, ലജ്ജ വേണ്ടേ? എടാ, മറ്റൊരുത്തനെ കൊന്നിട്ട് നീ വന്നിരുന്ന് പറയാ, പടച്ചവനെ എനിക്ക് നീ ജീവൻ തരണേ എന്ന്. അല്ല ഇത് കാണുന്നില്ലെന്നാണോ വിചാരം? ചിന്തിക്കുക. അതാണ് ഖുർആൻ പറഞ്ഞത്. ദാരിദ്ര്യത്തിന്റെ കയ്പുനീർ, സ്വയം ജീവിതത്തോട് പൊരുതി തോറ്റുപോയ പാപങ്ങൾ, അവരുടെ വീടിന്റെ ഉള്ളറയിലുള്ള പച്ചവെള്ളമാണെങ്കിലും അത് കുടിച്ചിട്ടാണെങ്കിലും ജീവൻ നിലനിർത്തുന്നവർ, എന്നിട്ടും അവർ സമൂഹത്തോട് യാചിച്ചില്ല, ആരോടും ഇല്ലായ്മകൾ പറഞ്ഞില്ല. പടച്ചവനെ, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ? അങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ നമ്മൾ ചിന്തിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ? എന്തുവാ 2, 3, 4 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാനില്ലാത്തവർ ചിന്തിച്ചിട്ടുണ്ടാവും. കഞ്ഞിയെങ്കിലും വെക്കാനുള്ള വക ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ കഥ അതല്ല, യാഥാർത്ഥ്യം അതല്ല. പടച്ചവനെ, ചില വഴിവക്കുകളിലൊക്കെ നിൽക്കുന്ന മനുഷ്യരോട് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ചില വഴിവക്കുകളിലൊക്കെ നിൽക്കുന്ന പാവങ്ങൾ, അവരെ കണ്ടാൽ നമുക്കൊരു കുറവും തോന്നൂല. അവരോട് ചെന്ന് ചോദിക്കും, ജീവിതത്തെ കുറിച്ച് ചോദിക്കും. അപ്പോൾ അവർ പറയുന്ന വാക്കുകൾ, പടച്ചവനെ, കേട്ട് നിൽക്കുന്നവരുടെ കണ്ണ് അണപൊട്ടി ഒഴുകും. മാസങ്ങളോളം ഭക്ഷണം കഴിക്കാത്തവർ, ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാത്തവർ, വീടില്ലാത്തവർ, നരകിച്ചവർ, പടച്ചവരെ കൊടുക്കാനുള്ള പണം കൊടുക്കാത്തതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവർ, ആരോടും പരാതിയില്ല, പരിഭവങ്ങളില്ല. അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ അഭിമാനം നഷ്ടപ്പെട്ടു പോകുമ്പോ മനുഷ്യന്റെ മനസ്സ് തകർന്നു പോകും, അവന്റെ മാനസിക നില തകർന്നു പോകും. ഈ സമീപകാലത്ത് ഞാൻ ഓർത്തു പോകുന്നു, കോതമംഗലത്ത് ഒരു പാവപ്പെട്ടവൻ, അല്ലാഹുവേ, മാസങ്ങളോളം ജോലിയില്ലാതെ, കൂലിയില്ലാതെ, ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ, അല്ലാഹുവേ, കടക്കാരനെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് തന്റെ കാഴ്ചയില്ലാത്ത പെണ്ണുമായി തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നിട്ട് അവസാനം അല്ലാഹുവേ, തന്റെ കയ്യിലിരിക്കുന്ന ചോര കുഞ്ഞിനെയോ, തന്റെ മുമ്പിൽ തുള്ളിച്ചാടി കളിക്കുന്ന പൊന്നുമോളെയോ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ഗൃഹനാഥനായ പാവപ്പെട്ടവൻ തന്റെ ഭാര്യയുമായി പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അത്രേ, അവരുടെ ആ നേരത്ത്, ആ എരിഞ്ഞൊടുങ്ങുന്ന നേരം വരെയും സമൂഹം അവരെ തിരിച്ചറിഞ്ഞില്ല. അവർ മരണപ്പെട്ടതിന് ശേഷമാണ് ആ നാട്ടുകാർ പോലും അങ്ങനത്തെ ഒരു സംഭവം അറിയുന്നത്. ചിന്തിക്കുക, മാസങ്ങളായി. ഈ തുച്ഛമായ ദിവസങ്ങൾക്ക് മുമ്പല്ലേ മംഗലാപുരത്തൊരു മദ്രസാധ്യാപകൻ എത്ര മാസമായി ജോലിയില്ലാതെ ജീവിച്ചു എന്നാണ് ഞാൻ അപ്പോഴും ചിന്തിച്ചത്. എല്ലാവരും അദ്ദേഹത്തിന്റെ ആ മാനസികമായ വിഭ്രാന്തിയും അദ്ദേഹത്തിന്റെ മനസ്സിന്റെ തകർന്നുപോയ സമാധാനത്തിന്റെ ചില്ലുകൊട്ടാരങ്ങളൊക്കെ നശിച്ചല്ലോ. പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോയി. ഞാൻ ചിന്തിച്ചത്, ആ മനുഷ്യന് ജോലി നഷ്ടപ്പെട്ടു. ആ ജോലി നഷ്ടപ്പെടാൻ ചിലർ കാരണക്കാരായിട്ടുണ്ടാവും. സത്യാവസ്ഥ നമ്മൾ ചിന്തിക്കുക. എത്ര പണ്ഡിതന്മാരാണ് അവരുടെ ജോലികളിൽ നിന്ന് ഒരു കാരണവുമില്ലാത്ത ആട്ടി ഓടിക്കപ്പെട്ടവർ. എന്തിന്റെ പേരിലാ? ചിന്തിക്കും മുസ്ലിമേ. വലിയ വീമ്പ് പറച്ചുകാരാണല്ലോ. മറ്റൊരു മനുഷ്യന്റെ റിസ്ക് തടയാൻ നീ കാരണക്കാരാവരുത്. അള്ള കൊടുത്ത റിസ്കിനെ നീ തട്ടിത്തെറിപ്പിക്കരുത്. നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഉസ്താദുമാരെ ജോലിയിൽ നിന്ന് ആലിമീങ്ങളെ, എല്ലാ ജോലിയും ഏതെല്ലാം മേഖലയിലുണ്ട്, അത് ഉദ്യോഗസ്ഥന്മാരാകട്ടെ, പോലീസുകാരാവട്ടെ, ആരുമാകട്ടെ, എല്ലാ മേഖലയിലും ഉണ്ട് ശത്രുക്കൾ. അവരുടെ റിസ്ക് തട്ടിത്തെറിപ്പിക്കാൻ, അവരെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുന്നവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക.
എന്താ കാരണം? അത് എന്റെ കുടുംബക്കാർ പറഞ്ഞത് കേട്ടില്ല, ഞാൻ പറഞ്ഞത് കേട്ടില്ല, എന്നെ കണ്ടിട്ട് സലാം പറഞ്ഞില്ല, എന്റെ കുഞ്ഞിനെ നുള്ളി, എന്റെ കൊച്ചിനെ അടിച്ചു, എന്തൊക്കെയാ കാരണം? എന്നിട്ടോ ആ പാപത്തിനെ, സാധുവിനെ ആ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അവന്റെ റിസ്ക് അവസാനിപ്പിച്ചിട്ട് ഇവൻ വീട്ടിൽ പോയി. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടോ ഇവനോ അള്ളാഹുവിനോട് കൈ ഉയർത്തിയിട്ട് പറയാ, പടച്ചോനെ എനിക്ക് ദാരിദ്ര്യം തരല്ലേ. ഇവൻ ഇതിനു മുമ്പ് വേറൊരു മനുഷ്യനെ, ഒരു പാവപ്പെട്ട ആലിമിനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കുക. ഇവൻ കാരണം ഇവൻ പ്രശ്നം ഉണ്ടാക്കി, ഇവൻ അവിടെ ഫിത്തിന ഉണ്ടാക്കി, നാശമുണ്ടാക്കി. ഇവൻ കാരണം ഒരു പാവം സാധു ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ പോയി കരയാ. ആ വീടിന്റെ സാഹചര്യം അറിയോ? പാവപ്പെട്ട അശ്വസ്താദ് പടച്ചവരെ, മാസങ്ങളായി ജോലിയില്ല, കൂലിയില്ല, വേതനമില്ല, മക്കൾക്ക് ഭക്ഷണം വേണമല്ലോ, തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭാര്യയെ ചേർത്ത് പിടിക്കണമല്ലോ, പടച്ചവനെ കുന്നുകൂടിയ കടങ്ങൾ തീർക്കണമല്ലോ. നിൽക്കക്കള്ളിയില്ലാതെ പല മേഖലകളും നോക്കിയിട്ട് ഒന്നും നടക്കാതെ വന്നപ്പോ അവസാനം മനസ്സിന് താങ്ങാൻ കഴിയാത്ത വേദനയാണ്. ദാരുണമായൊരു സംഭവത്തിലേക്ക് ചെന്നെത്തിയത്. ഞാൻ ചോദിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ കാരണം ഒരു മനുഷ്യന്റെയും അഭിമാനം നഷ്ടപ്പെടരുത്. അങ്ങനെയുള്ളവരെ നമ്മൾ സമൂഹത്തിൽ തിരിച്ചറിയണം. നമുക്ക് അവർക്ക് ആവശ്യമായത് കൊടുക്കണം. നമ്മളെന്താ ചിന്തിച്ചത്? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നീ എന്താ കരുതിയത്? നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരലോകത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിക്കാൻ നീ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. ഖുർആൻ ചോദിക്കുക, ഒരു വലിയ പ്രതിസന്ധി നീ താണ്ടിക്കടക്കേണ്ടതുണ്ട്, ഒരു വലിയ ദുഷ്കരമായ പാത നീ വിട്ടുകിടക്കേണ്ടതുണ്ട്. അത് വിട്ടുകിടക്കണമെങ്കിൽ, ആ ദുഷ്കരമായ പാത നിനക്ക് പിൻകടക്കണമെങ്കിൽ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം. എങ്ങനെ നീ രക്ഷപ്പെടും? നരകത്തിന്റെ തീനാളങ്ങളിൽ നിന്ന്, നാരകീയമായ ശിക്ഷകളിൽ നിന്ന്, പടച്ചവന്റെ കോടതിയിലെ കഠിന കഠോരമായ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. എന്നിട്ട് 4 കാര്യങ്ങൾ ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. ഖുർആൻ ചോദിക്കുകയാണ്, അടിമയുടെ മോചനം, നീതി നിഷേധിക്കപ്പെട്ടവരുടെ, ദീനിനു വേണ്ടി പോരാടി പടച്ചവനെ ദീനിനു വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ നീതി നിഷേധിക്കപ്പെട്ട അടിമകളായി ജയിലറകളിൽ കഴിയുന്ന നിന്റെ സഹോദരനെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? അവന്റെ മോചനത്തിനായി എന്താണ് നീ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒരു നന്മ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ആ ദുഷ്കരമായ പാത നിനക്ക് ചാടിക്കടക്കാൻ കഴിയും. അതേ കടുത്ത പ്രശ്നയിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, അന്നമില്ലാതെ അല്ലാ കരഞ്ഞു ജീവിക്കുന്ന പാപത്തിന് ഊട്ടാൻ, അവന് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ആ വലിയ ദുഷ്കരമായ പാത നിനക്ക് ചാടിക്കിടക്കാം. കുടുംബത്തിലെ അനാഥകളെ കുറിച്ച് നാട്ടിലും സമൂഹത്തിലും വിദേശത്തും സ്വദേശത്തുമുള്ള അനാഥകളെ കുറിച്ച് നിനക്കറിയാം. പക്ഷേ നിന്റെ കുടുംബത്തിൽ നിന്റെ അടുത്ത് നിൽക്കുന്നവരിൽ വാപ്പയുടെ സംരക്ഷണം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ഉമ്മയുടെ പരിപാലനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അനാഥകളെ പോലെ ഒന്നുമില്ലാതെ ജീവിക്കുന്ന നിന്റെ കുടുംബത്തിൽ, നിന്റെ രക്തത്തിൽ അല്ലാ ആ യതീമിനെ തലോടാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. അനാഥയെ സംരക്ഷിക്കുന്ന നന്മയുണ്ടോ നിന്റെ കൈകളില്? എങ്കിൽ നിനക്ക് ആ ദുർഘടമായ
പാത വിട്ട് കടക്കാമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അവസാനമായി ഖുർആൻ മാലോകരോട് വിളിച്ചു പറയുന്നു, ഔ മിസ്കീനൻ ദാ മസ്റബാ. പടച്ചവനെ, അറം പറ്റിപ്പോയ വാക്കുകളെന്ന് നമ്മൾ പറയില്ലേ? പിടിവിട്ടുപോയ വാക്കുകളെക്കാൾ എത്രയോ മൂർച്ചയുണ്ട് അറം പറ്റിപ്പോയ വാക്കുകൾ എന്ന് പറയുന്നത് പോലെ ദാരിദ്ര്യത്തിന്റെ പടും കുഴിയിൽ വീണുപോയ ദരിദ്രനായ മനുഷ്യനെ കൈപിടിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദാരിദ്ര്യത്തിന്റെ പടും കുഴിയിലേക്ക് വീണു പോയവൻ, റിസ്ക് കിട്ടാതെ വിഷമിക്കുന്നവൻ, വലഞ്ഞു പോയവൻ, അഭിമാനത്തിന്റെ പേരിൽ പടച്ചവനെ മറ്റൊരാളുടെ മുമ്പിൽ മരിക്കുവോളം കൈ നീട്ടരുതെന്ന് ചിന്തിച്ചു പോയവൻ, നീ എപ്പോഴെങ്കിലും അവരെ കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവർക്ക് നീ താങ്ങും തണലും ഒരുക്കിയിട്ടുണ്ടോ? നിന്റെ കൈകളിലുള്ള പണം മുഴുവനും കൊടുത്തവരെ നീ വാഴിക്കണമെന്നല്ല പറയുന്നത്. നിന്നെ കൊണ്ടാവുന്നത് പോലൊരു സഹായം കൊടുക്കാൻ കഴിഞ്ഞോ? വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ എന്ന് പറയാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതൊരു നന്മയാടാ മുസ്ലിമേ, അതൊരു വലിയ നന്മയാ. അതിന്റെ വില എത്രയെന്നറിയോ? പടച്ചവന്റെ കോടതിയിലെ കഠോരമായ വിചാരണയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ആ നന്മ മതിയാകുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത് എത്രയോ വലിയ വാചകമാ. പടച്ചവനെ, കുഫ്ർ പോലെ തന്നെ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ താളം തെറ്റിപ്പോകുന്ന അവന്റെ വിശ്വാസത്തിനും ആത്മാർത്ഥതയ്ക്കും അഭിമാനത്തിനും ക്ഷതമേൽക്കുന്ന ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ.